ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പൊതുവെ പറയുന്നത് എപ്പോഴും ഇലക്ഷൻ മോഡിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി പാർട്ടി ഒരുക്കം തുടങ്ങുമ്പോൾ ത്രിപുരയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം ത്രിപുരയിലെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും അടക്കം യോഗം ചേർന്നു. ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് അവർ എത്രത്തോളം പ്രാധാന്യത്തോടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. ഇതുവരെ പാർട്ടിയുടെ പ്രകടനം എത്തരത്തിലായിരുന്നു, ഇനിയും മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ എവിടേക്കാണ്, ഭാവിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള മാർഗരേഖ എന്തൊക്കെയാണ്, താഴെത്തട്ടിലെ ബൂത്ത് മുതൽ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഇവയെല്ലാം ചർച്ച ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ത്രിപുര ഇത്തവണ ത്രിതല പഞ്ചായത്തിൽ വലിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും. ത്രിപുര മോദിയുടെ പാർട്ടിയുമൊക്കെ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ബി.ജെ.പിക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി.ജെ.പിക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു മുന്നൊരുക്കം ഉടനാണ് തന്നെ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.